ಹಾಡುವ ನುಡಿಯೇ ಕನ್ನಡ ನುಡಿ, ಸಿರಿಗನ್ನಡ ನುಡಿ. ನಾವಿರುವ ತಾಣವೇ ಗಂಧದ ಗುಡಿ, ಗಂಧದ ಗುಡಿ, ಗಂಧದ ಗುಡಿ. വോക്ക് വിത്ത് ശ്രീവേഷ്കർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കൊടകിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നു. കൂർഗിൻ്റെ പെരുമ്പാടിയിൽ നിന്ന് നമ്മുടെ മാക്കോട്ടത്ത് നിന്ന് പെരുമ്പാടിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ വീരാജപേട്ടയിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല, മഴയൊക്കെ ആയതുകൊണ്ട് പിന്നൊരു ദിവസം കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്, പെരുമ്പാടിയിലാണ്. ഇപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ. ഷഫീറുണ്ട്, ബാംഗ്ലൂരുള്ള എൻ്റെ MG ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഇവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീരാജപേട്ടയിലേക്ക് പോവുകയാണ്. വീരാജപേട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ദിവസം അവിടെ ആ ടൗണിൽ ഒരു ചന്ത നടക്കുകയാണ്. നമ്മൾ ഈ കുബേരൻ സിനിമയൊക്കെ കാണുന്ന പോലെ, അതിൽ കാണുന്ന പോലെ ഒരു ചന്ത ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വ്ലോഗിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന നമ്മുടെ MGയോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെ നമ്മുടെ വീരാജപേട്ടയുടെ ആ ഒരു ചന്ത ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ಸಂತೆ ಇದು ವಿರಾಜಪೇಟೆಯಲ್ಲಿ ಇವತ್ತು ಬುಧವಾರ ಸಂತೆ ನಡೀತಿದೆ. ತುಂಬ ಚೆನ್ನಾಗಿರ್ತದೆ. ಎಲ್ಲರೂ ಬನ್ನಿ ಇಲ್ಲಿಗೆ. ಕೂರ್ಗಲ್ಲಿರುವ ಒಂದು ತಾಲೂಕು ಇದು ವಿರಾಜಪೇಟೆ ಅಂತ. ಎಲ್ಲರೂ ಬನ್ನಿ ನೋಡಿ, ತುಂಬ ಚೆನ್ನಾಗೈತೆ. ಎಲ್ಲರಿಗೆ ಗೊತ್ತು ನಿಮಗೆ, ಇದು ಒಂದು ಸ್ಕಾಟ್ಲ್ಯಾಂಡ್ ಆಫ್ ಇಂಡಿಯಾ ಕೂರ್ಗು. ನಾನು ಬನ್ನಿ ಅಂತ ಹೇಳೋಕ್ಕೆ ಅಂತ ഇഷ്ടപ്പെടുತೀನಿ. അതാണ് കൂർഗിൻ്റെ പ്രത്യേകതകളാണ്. എല്ലാവരും ഇവിടെ വരണം, കൂർഗിനെ സ്നേഹിക്കണം എന്നൊക്കെയാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത്. ഇതുവരെ എങ്ങനെയുണ്ട് നമ്മുടെ കൂർഗിൻ്റെ ഒരു കശ്മീർ ഓഫ് കർണാടക ആണ്, മൗണ്ടൻ ഏരിയ ആണ്. 4 താലൂക്കുണ്ട്. മഴ അടിപൊളി സ്ഥലമാണ്. കാണാൻ മൊത്തം ഗ്രീനറി അല്ലേ, അടിപൊളിയാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്. ഒരുപാടുണ്ട് നമുക്കിവിടെ പരിചയപ്പെടുത്താൻ. ഇന്ന് നമ്മൾ ചന്തയാണ് പരിചയപ്പെടുത്തുന്നത്. ചന്തക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ് നമ്മുടെ വീരാജപേട്ടയുടെ ചന്ത ദിവസം. ഓക്കെ, കർണാടകത്തിലെ കൂർഗിൽപ്പെട്ട വീരാജപേട്ട ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിറകിലേക്കാണ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇന്ന് ചന്ത ദിവസമാണ്. അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ടൗണിലൊന്നും അത്ര നല്ല തിരക്കാണുള്ളത്. ഇനി ഇവിടുത്തെ ഈ ചന്തയുടെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് ചോദിച്ചറിയാം. എൻ്റെ കൂടെ അരുണുണ്ട്, നമ്മുടെ സുഹൃത്താണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജസ്റ്റി ഉണ്ട്. ജസ്റ്റി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചന്തയുടെ ഒരു വിശേഷങ്ങളൊക്കെ ചോദിച്ചാലേ അല്ലേ? ചോദിക്കാം. ബാ. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക്, വീരാജപേട്ട ബസ് സ്റ്റാൻഡിലേക്ക് കടക്കുമ്പോൾ ഉള്ളതാണ്. ഇവിടെ ചീരയൊക്കെയാണുള്ളത്. ഇപ്പോൾ ഏട്ടനോട് നമുക്ക് ചോദിച്ചു. ഏട്ടൻ നല്ല കന്നഡക്കാരനാണ്. എനിക്ക് കന്നഡ തീരെ അറിയില്ല. ഇനി നമുക്ക് പഠിച്ച് വരാം. ഏട്ടൻ്റെ പേര് ഗണേശൻ എന്നാണല്ലേ? ഗണേശൻ. ഇത് ഇപ്പോൾ എത്ര വർഷമായി? 3 ವರ್ಷമായി. ವ್ಯಾಪಾರ ಮಾಡಕ್ಕಿದೆ 3 ವರ್ಷ ಆಯಿತು. 3 ವರ್ಷമായി. പേര് പറയൂ. ಇದು ಜೀರೆ, ಪಾಲಕು, ಮೂಲಂಗಿ. അപ്പോൾ ಇದು ದುನಿಯಾ ഇവിടുത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ಇದೇ ವ್ಯಾಪಾರ. ഇത് ഇന്ന് ചന്തയാണല്ലോ. ചന്ത ബുധനാഴ്ച. ചന്ത എങ്ങനെയുണ്ട്? കസ്റ്റമറൊക്കെ, ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ ചന്ത ദിവസം ഇവിടെ ഒരു ഉത്സവമാണ്, ആഘോഷമാണ് കൂർഗിൽ, നമ്മുടെ വീരാജപേട്ട ടൗണിൽ. ഇപ്പം മുസ്തഫയ്ക്ക് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മുസ്തഫ, ഈ ചന്ത ദിവസം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവമാണല്ലോ, അതെ, എന്താണ് പറയാനുള്ളത് നമുക്ക് ഈ ഇതിനെക്കുറിച്ച്? ബിസിനസ് കുറച്ച് കൂടുതലുണ്ടാവും, സാധാരണ ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. ആളുകളൊക്കെ കുറച്ച് കൂടുതൽ കൂടും. അടുത്ത
കുറച്ച് ദൂരെയുള്ളവരെല്ലാം വന്ന് ഇവിടെ ചേരും. അപ്പോൾ ബുധനാഴ്ച ദിവസമാണ് ഇവിടെ അതെ, മെയിൻ ബുധനാഴ്ച. അപ്പം പച്ചക്കറികൾക്കൊക്കെ വില കുറവാണ് ഇപ്പോൾ. ഒരു ആവറേജ് അത്ര വലിയ ഇതൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടുള്ള പച്ചക്കറി കിട്ടും, നല്ല ഫ്രഷ് സാധനം കിട്ടും. അപ്പോൾ ഇത് ഇവിടുന്ന് മൈസൂരിൽ വരുന്ന അല്ലെങ്കിൽ മൈസൂർ ഡയറക്റ്റ് കൊണ്ടുവരുന്നത്. മൈസൂരിൽ. അപ്പോൾ ബുധനാഴ്ചയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഉത്സവം. ഇത് എത്ര വർഷമായി ഇങ്ങനെ ചന്ത? നമ്മളിവിടെ 10-70 വർഷമായി. 70. എൻ്റെ ഫാദർ മുസ്തഫക്കാൻ്റെ ഷോപ്പ് തന്നെയാണ്? അല്ല, വേറെ ആളത്. നമ്മുടെ ഷോപ്പിന്റെ പേര് EVM വെജിറ്റബിൾസിലെ മുസ്തഫയ്ക്കാണ്. അപ്പോൾ മുസ്തഫക്ക 10-70 വർഷമായി ഈ ഷോപ്പ് ഇവിടെ ഇങ്ങനെ ഫാദറിന്റെ സമയത്തേ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നു. അപ്പോൾ ചന്ത ദിവസമാണ് ഇവിടെ ഗംഭീരം. അതെ അല്ലേ? അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ കന്നഡയിലുള്ള കസ്റ്റമറോടും അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ ഫ്രഷ് സാധനം കിട്ടുമല്ലോ. കേരളത്തിൽ എങ്ങനെ ഇത് ഒരു ദിവസം ഡിലേ ആവോ പച്ചക്കറിയൊക്കെ? വലിയ ഒരു മണിക്കൂർ കണക്കില്ല, 3 മണിക്കൂർ. ഇവിടുന്ന് ഇപ്പോൾ 2 മണിക്കൂറിൽ ഓടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഫ്രഷ് അവിടെ തന്നെ കിട്ടും. അപ്പോൾ അടിപൊളി. ചന്ത ദിവസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബിസിനസ് കൂടും. അപ്പോൾ ചന്ത ദിവസം ഇവിടെ ഒരുപാട് ബിസിനസ് കൂടും. അപ്പോൾ മുസ്തഫക്ക, ഞാൻ ഒരുപാട് തവണ വിലപ്പെട്ട ടൗണിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്തഫക്കനെ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്, വണ്ടിയിലൊക്കെ പാസ് ചെയ്യുമ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മുസ്തഫക്ക വിശേഷങ്ങൾ ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുസ്തഫക്കനെ വിളിച്ചത്. ഒരു മടിയും കൂടാതെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കാണാനുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു. കുറിച്ച് എന്താ പറയുന്നത്? വെരി നൈസ്. ഇവിടെ ഒരുപാട് വില്ലേജസ് ഉണ്ട് വിരാജ്പേട്ട് താലൂക്കിൽ. അപ്പം ആ വില്ലേജസിലുള്ളവരെല്ലാം ഒരു ഒന്ന് ചേരുന്ന ദിവസമാണ് ഇവിടെ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും മേടിക്കാൻ. സിറ്റി ഇവിടെ അവർക്ക് വലിയ സിറ്റി ഇതാണ് അടുത്ത്. അപ്പം എല്ലാ ഗ്രാമത്തിൽ നിന്നും ആൾക്കാർ വരും. ചന്തയ്ക്കുള്ള പച്ചക്കറികളും വീട്ടിലേക്കുള്ള സാധനങ്ങളും പിന്നെ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ കിട്ടും. പിന്നെ അസ്സാമിൽ നിന്ന് വന്ന ഒരുപാട് പേര് ലേബേഴ്സ് ഉണ്ട്, കോഫി എസ്റ്റേറ്റിൽ പണിയെടുക്കും. അവർക്കൊക്കെ ഇതൊരു നല്ല റീസണബിളായിട്ട് കിട്ടുന്നത് നല്ല സ്പോട്ട്, നല്ല സ്ഥലമാണ്. പേര്? എൻ്റെ പേര് റിഹാന. അപ്പോൾ ഇന്നത്തെ ചന്ത ദിവസം ഇവിടെ വരാനുള്ള കാരണം? ബിക്കോസ് ഞാനൊരു ട്രാൻസ് വുമനാണ്. ഞങ്ങൾ എല്ലാ ഷോപ്സിലും കളക്ഷന് പോകും. അപ്പോൾ 10 റുപ്പീസ് 5 റുപ്പീസ് എത്രയാണെന്ന് വെച്ചാൽ അവർ തരും ഷോപ്പിൽ. അത് എവറി വീക്ക് ഞങ്ങൾ ട്രാൻസ് സമൂഹം വരും, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വരും. അപ്പോൾ വളരെ സന്തോഷം. ഹാപ്പിയാണ്. ഫ്രണ്ട്സ് എത്ര പേരുണ്ട്? ഇനി 2-3 പേരുണ്ട്, അവർ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് കഴിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയുന്നത്, ഇവിടെ ടൗണിനെ കുറിച്ചാണോ? വിരാജ്പേട്ട ടൗണിനെ കുറിച്ച്, ചന്ത ദിവസത്തെ കുറിച്ച്. വിരാജ്പേട്ട് ടൗൺ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലം. വിരാജ്പേട്ട് മടിക്കേരി കൂർഗ് ഡിസ്ട്രിക്റ്റിലെ ഒരു താലൂക്കാണ് വിരാജ്പേട്ട്. 3-4 താലൂക്കുണ്ട്. വിരാജ്പേട്ട്, മടിക്കേരി, സോമാർപേട്ട്, കുശാൽ നഗർ എന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല സ്പോട്ടായിട്ടുള്ള ഇവിടെ വിരാജ്പേട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പോകുന്ന കേരളത്തിൻ്റെ ബോർഡർ ഇവിടെ തന്നെ ഇതേ റോഡാണ്. കേരളം പോകാനൊക്കെ ഇരിട്ടി വഴി പോകാനൊക്കെ അടുത്തുള്ള ഒരു നാടാണ്. നല്ല നാട്, നല്ല സിറ്റിയാണ്. ചന്ത ദിവസത്തെക്കുറിച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നല്ല സിറ്റി, എല്ലാവർക്കും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള സ്ഥലം. ഗംഭീരമാണ്. ഓക്കെ, താങ്ക് യു. ശരി. ഒരുപാട് പേരുടെ 2-3 അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഇപ്പോൾ നൗഷാദൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നൗഷാദ്, എങ്ങനെയുണ്ട് നമ്മുടെ വിരാജ്പേട്ടയുടെ ഈ ബുധനാഴ്ചത്തെ ചന്തയെ കുറിച്ച്? ബുധനാഴ്ച ചന്ത ഒരുപാട് വർഷം മുമ്പേ നടന്നു വരുന്ന ചന്തയാണ് ഇത്. ഈ ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇങ്ങനെ നമ്മൾ ഈ ഫുട്ബോൾ കച്ചവടങ്ങൾ കാണാൻ പറ്റും, അനുവദിക്കുള്ളൂ. സാധാരണ മാർക്കറ്റിലുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത്. പിന്നെ വന്ന് അവിടെ സൗകര്യം കൂടുതൽ ജനങ്ങൾ തെക്കിപ്പാർപ്പായിടെ ഒരുപാട് നാട്ടിലെ ജനങ്ങൾ നാട്ടിലും കാട്ടി കൂടുതൽ താമസിക്കുന്ന സ്ഥലമായി കൊടുക്ക്. അപ്പോൾ മാർക്കറ്റും സ്ഥലം മതിയായത് കൊണ്ട് ഈ ഫുട്പാത്തിൽ കച്ചവടങ്ങൾ വിവരീകരിച്ച് വന്നിട്ടുണ്ടായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരുപാട് ആൾക്കാർ എല്ലാ സ്ഥലത്തും പോകും. അതായത് ഒരു 24 വില്ലേജസിൽ നിന്ന് ഇവിടുത്തെ ആൾക്കാർ സാധനം മേടിക്കാൻ പറ്റും. ഏകദേശം ഏതൊക്കെ നാടുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ? ഇവിടുന്ന് ചുറ്റുവട്ടത്തിൽ ബുധനാഴ്ച ഒരു 10-15 കിലോമീറ്റർ ദൂരമുള്ള ആൾക്കാരിൽ ഇവിടെ വന്നിട്ട് സാധനം മേടിക്കും. സ്ഥലത്തിന്റെ പേര്, 2-3 സ്ഥലത്തിന്റെ പേര് ഇപ്പോൾ പറഞ്ഞാൽ ഒന്ന് പെരുമ്പാടി, ഒന്ന് കുണ്ടിയാറ, ഈ ചിത്ര, പിന്നെ അതുപോലെ ചാമിയാല്, കടങ്ക, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ. നാപ്പൊക്കലിൽ ആദ്യം വരുന്നത്. ഇപ്പോൾ അവിടെ തന്നെ ചന്ത ആയി. ഫസ്റ്റ് ഇവിടെ തന്നെ വരുന്നു മെയിൻ ചന്തയിൽ.
ഇപ്പോ വിരായ്പേട്ടയിൽ ചന്ത നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിദ്ധാപുരം, അതുപോലെ തന്നെ മടിക്കേരിയൊക്കെ ചന്തയുണ്ട്. ആഴ്ച ആഴ്ചക്ക് ദിവസങ്ങൾ മാറും. ഇവിടെ ഇപ്പോൾ ബുധനാഴ്ച ചന്ത, സിദ്ധാപുരം ഞായറാഴ്ച, അതുപോലെ മടിക്കേരി വെള്ളിയാഴ്ച, പിന്നെ മൂർനാട് എന്ന് പറയുന്ന സ്ഥലത്ത് തിങ്കളാഴ്ച. ഇതുപോലെ സംഭവങ്ങളാണ്. അങ്ങനെയാണല്ലേ? ഇപ്പൊ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന റഫീഖ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റഫീഖ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ബുധനാഴ്ചത്തെ ചന്ത കാര്യങ്ങളൊക്കെ? ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ബുധനാഴ്ച ഒരു ദിവസം മാത്രം ചന്തയാണ്. അപ്പൊ ഏകദേശം എല്ലാ ആളുകളും വരും. പുറത്തുനിന്നല്ല, തോട്ടത്തുനിന്ന് മാറുന്നതെല്ലാം ബുധനാഴ്ച ആകുമ്പോൾ എല്ലാവരും വന്ന് പച്ചക്കറി അത് ഇതെല്ലാം മേടിച്ചിട്ട് എല്ലാവരും പോകും. എല്ലാവരും വരുന്നുണ്ട്, പല നാട്ടിൽ നിന്നുണ്ട്. അസാം വന്നുണ്ട്, പല ആളുകളും. ഇപ്പൊ എല്ലാം ഹോം ഡെലിവറിയുടെ ഒരു കാലഘട്ടമാണ്. ഇപ്പൊ എന്നിട്ടും നമുക്ക് ഇപ്പൊ ഒരു ചന്ത എന്ന് കേൾക്കുമ്പോൾ ഒരു പഴയ കാലത്തേക്കാണ് പോകുന്നത്. പഴയ കാലത്തിന്റെ അപ്പൊ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ കൂർഗ് ഇപ്പോഴും വിരായിപ്പെട്ട ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ ചന്ത ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോ മാർക്കറ്റിൽ അങ്ങോട്ട് വെക്കുന്നുണ്ടല്ലോ, കടയിലല്ലോ, അതിനകത്ത് 10-20 രൂപ കുറച്ചിട്ട് തന്നെ കൊടുക്കും. 10 രൂപ കുറച്ചിട്ട് തന്നെ കൊടുക്കുമോ. പിന്നെ തായാലും അതേപോലെ തന്നെ 10-20 രൂപ കുറവുണ്ട്. പക്ഷെ എല്ലാവരും അതിന് മെനക്കെടുള്ളൂ. ഈ വഴിയോര കച്ചവടക്കാരുടെ റേറ്റിംഗ് എങ്ങനെയാ വെച്ചിട്ട്? മാറ്റമുണ്ട്, നല്ല മാറ്റം. 10-20 രൂപ മാറ്റം ഉണ്ടാവും. 10-20 രൂപ എന്തായാലും മാറ്റം ഉണ്ടാവും. അതേ ജനങ്ങൾ ഈ ചന്തക്ക് വരും. ബാക്കിയുള്ള സമയത്ത് നല്ല അഭിപ്രായത്തില്ല, പിന്നെ അതിന് വിശ്വാസമില്ല. അപ്പോ ഉള്ളേരിയയിലുള്ളവരൊക്കെ ആഴ്ചക്ക് ആഴ്ചക്ക് ഇങ്ങനെ വരും. അപ്പൊ അന്നേരം നല്ല വട്ടാണ്, അത് ബുദ്ധിമുട്ടൊന്നുമില്ല. വീട് എവിടെയാണ്? എൻ്റെ വീട് വരുമ്പോൾ 3 കിലോമീറ്റർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ാണ് ഇപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഫുട്പാത്തിൽ ഇവിടെ പച്ചക്കറിയൊക്കെ ഇന്ന് ഇവിടെ ചന്ത ദിവസം ഇവിടെ വെക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കിഷോറേട്ടനോട് നമുക്ക് ചോദിക്കാം. കിഷോറേട്ടാ, എന്തൊക്കെ ഐറ്റങ്ങളാണുള്ളത്? എന്തൊക്കെ ആണ് ഇവിടെ ഉള്ളത്? എല്ലാ സാധനം എടുക്കല്ലേ. ബീൻസ് ഉണ്ട് 60 രൂപ, കേബേജ് 20 രൂപ, പിന്നെ വെള്ളരി 60 രൂപ, പൂക്കോസ് 40 രൂപ, നൂക്കൽ 60 രൂപ, പീരക്ക 60 രൂപ, കയ്പക്ക 60 രൂപ, ക്യാരറ്റ് 60 രൂപ, തക്കാളി 30 രൂപ. നമ്മൾ ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ എത്ര വില കുറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ ഹോൾസെയിൽ നമ്മൾ കൊണ്ടുവരണേ, ഇവിടെ വിൽക്കുന്ന വില പറഞ്ഞേ. അല്ല, ഇവിടുത്തെ ഷോപ്പുകാരെ വന്നാലോ ഈ റേറ്റ് തന്നെയാ? അതന്നെ റേറ്റ് തന്നെ. അപ്പൊ ബുധനാഴ്ചത്തെ ചന്ത ദിവസം നാളെ മൂർനാട്ടിലുണ്ടാവും. ഇപ്പൊ ബുധനാഴ്ചത്തെ ചന്ത ദിവസം ഇവിടെ റേറ്റ് കുറവാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ജനങ്ങളൊക്കെ ആളുകളൊക്കെ? ആള് കുറവാണ് ഇന്ന്. എന്ത് പറ്റി? മഴയൊക്കെ ആയതുകൊണ്ടാ? മഴ ആട് കയറില്ല. മൈസൂരിന് അതിന് ആളുള്ളത് ഒരു അസം കറി ഉള്ളൂ. ചന്ത ദിവസം അസം കറി ഉള്ളൂ. ഉരുളക്കിഴങ്ങ് 30, ഉള്ളി 30. ഇവിടെ ഇപ്പൊ എത്ര വർഷമായി ഇവിടെ? നമ്മൾ കുറേ ആയി. ഏകദേശം എത്ര വർഷമായി? നമ്മുടെ പച്ചക്കറി കച്ചവടം ജമ്മ. ആദ്യം മൂലേ 1-ാം ക്ലാസ്സിൽ നമ്മൾ പച്ചക്കറി പഠിച്ചത്. പച്ചക്കറി ഇപ്പൊ 49-50 വയസ്സായിരുന്നു. 50 വയസ്സായി. ഇപ്പൊ ഏകദേശം ഒരു 40-45 വർഷമായിട്ട് പച്ചക്കറി 1-ാം ക്ലാസ് 8-ാം ക്ലാസ് പഠിച്ചിന്. അതുകൊണ്ട് പച്ചക്കറി ചന്ത ദിവസം ഒരു അതിഥിയാണ് വോക്ക് വിത്ത് ശ്രീവേഷ്കർ ബ്ലോഗിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലോകേഷ് സാറാണ്. ലോകേഷ് സാറ് ഒരു ആക്ടറാണ്, ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ ഒരു സിംഗറാണ്, അതുപോലെ ഡ്രാമ ആക്ടറും കൂടിയാണ്. അപ്പോൾ നമ്മുടെ കലാപരമായിട്ട് ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഈ ചന്ത ദിവസം ബുധനാഴ്ച ഇവിടെ കിട്ടിയത്. സാറിൻ്റെ വീട്
ವಿರಾಜ್ಪೇಟ್ ತಾನೆ ವಿರಾಜಪೇಟ ವಿರಾಜಪೇಟ ಮಡಿಕೇರಿ ಅಲ್ಲ ವಿರಾಜ್ಪೇಟ ಅವನ್ನ ಸಿದ್ದಾಪುರ ഒരു അറൗണ്ട് ഒരു 1/2 കിലോമീറ്റർ ഫ്രം ഹിയർ. 1/2 കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു വ്ലോഗിൽ ഏറ്റവും നല്ല ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സാർ, എങ്ങനെയുണ്ട് നമ്മുടെ വിരാജപേട്ടയുടെ ഈ ചന്ത ദിവസത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓക്കെ, വിരാജ്പേട്ട ചന്ത പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ ആക്ച്വലി എവറി ട്യൂസ്ഡേ ഈവനിങ് ഇവിടുത്തെ ആക്ച്വലി ലേബേഴ്സിനെല്ലാം നമുക്കിവിടെ പേയ്മെൻറ്റ് കിട്ടുന്നത്. ആക്ച്വലി മോസ്റ്റ് ഓഫ് ദം ആർ ഫ്രം ലേബേഴ്സ് എന്നാണ് ലേബേഴ്സ് കോഫി എസ്റ്റേറ്റിലെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്നവർ അവർ വീക്ക്ലി വൺസ് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യും. സോ ദേ കം ട്യൂസ്ഡേ ദേ ഗെറ്റ് പേയ്മെൻറ്റ് ആൻഡ് വെഡ്നസ്ഡേ ദേ കം ടു മാർക്കറ്റ്. അങ്ങനെ ബുധനാഴ്ച ഇവിടെ വരും. ബുധനാഴ്ച വന്നിട്ട് അവർക്ക് എന്താ വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അങ്ങനെ ദേ വിൽ ഗോ. ആക്ച്വലി ഇത് വെരി ഏൻഷ്യൻറ്റ്. ആക്ച്വലി 1742 ഇയർ ആ ഇസ്വിയിലാണ് നമുക്ക് ഇവിടെ വിരാജ്പേട്ട ടൗൺ ഫാർമായത്. വീരരാജേന്ദ്ര ഒഡയർ അവരാണ് ഈ ടൗണിന് ഫാർമാക്കിയത്. ഇവിടെ കുറച്ച് മുമ്പിൽ പോയാൽ സീ മാർക്കറ്റ്, അത് പപ്പായ മാർക്കറ്റാണ്. ഇതെല്ലാം സ്ട്രീറ്റ് വെൻഡേഴ്സ്, ഇവരെല്ലാം സ്ട്രീറ്റ് വെൻഡേഴ്സ്. യെസ്, ബട്ട് അത് ആഴ്ചക്ക് ഒരു ദിവസം ഇവിടെ ചന്ത നടക്കും. നമ്മൾ വരും. യെസ്. ഏതൊക്കെ മൂവിയിൽ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ ആക്ച്വലി മൂവി ടെക്നിക് സ്റ്റുഡൻ്റാണ്. 93 ഞാൻ നന്നാസെ നന്ദിനി ഇട്ട് നമ്മൾ സ്റ്റുഡൻസ് എല്ലാം കൂടിയിട്ട് ഒരു മൂവി ചെയ്ത്. പിന്നെ സൂര്യ എന്നിട്ട് ഒരു മൂവിയിൽ സീരിയലിൽ ഒരു ആൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അതിൽ ഒരു റോളായിട്ട്. ഓക്കെ, ആൻഡ് അനദർ തിങ് ഈസ് ഇവിടെ ത്രൂ ഔട്ട് കൂർഗ് ಎಲ್ಲ ಮತ್ತು ಸ್ಕೂಲ್ ಕಾಲೇಜಸ್ ಎಲ್ಲ സ്ഥലത്ത് പിന്നെ ഈ മസ്ജിദ് ആവട്ടെ, പിന്നെ നമ്മൾ വാട്ട് എവർ ടെമ്പിൾ, ഇങ്ങനത്തെ പ്ലേസിലെല്ലാം നമ്മൾ പോയിട്ട് അവയർനെസ് പ്രോഗ്രാംസ് മീൻസ് ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്സ് അത് ഇതെല്ലാം യൂസ് ആക്കാൻ പാടില്ല. പിന്നെ വേസ്റ്റ് ചാടുന്നത് നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്യണം. പിന്നെ എങ്ങനെ നമ്മൾ എങ്ങനെ മരം ഈ ഫോറസ്റ്റ് എല്ലാം ഡീഫോറസ്റ്റേഷൻ ചെയ്യാൻ പാടില്ല. യെസ്, അതിനെക്കുറിച്ച് നമ്മൾ കുറേ ഇതെല്ലാം ചെയ്തിന്. ആൾമോസ്റ്റ് 600+ ഡ്രാമാസ് ചെയ്തു നമ്മൾ. ഓൾമോസ്റ്റ് 600. യെസ്. അപ്പോൾ നമ്മുടെ ഹരിത പൂർണ്ണമായിട്ടുള്ള നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരുപാട് ഡ്രാമകൾ, ലഹരിക്കെതിരെ, അങ്ങനെ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ച ആളാണ് നമ്മുടെ ലോകേഷ് സാറ്. സാർ, നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ വ്ളോഗിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാണല്ലോ, ഒരു 2 വരി കന്നഡ സോങ്. കന്നഡ പറയുമ്പോൾ നമുക്ക് നമ്മളെ ഇവിടുത്തെ ഒരു മെയിൻ നടനാണ് നമ്മളെ രാജ്കുമാർ, ഡോക്ടർ രാജ്കുമാർ. അയാളുടെ കുറിച്ച് പറഞ്ഞാൽ കുറേ പാട്ടുണ്ട്. അയാൾ നമ്മൾക്കൊന്നും പറയാനാവില്ല, അത്ര ഉണ്ട്. ನಾವಾಡುವ ನುಡಿಯೇ ಕನ್ನಡ ನುಡಿ, ಸಿರಿಗನ್ನಡ ನುಡಿ, ನಾವಿರುವ ತಾಣವೇ ಗಂಧದ ಗುಡಿ, ಗಂಧದ ಗುಡಿ, ಗಂಧದ ಗುಡಿ, ಶ್ರೀಗಂಧದ ಗುಡಿ. ഓക്കെ, താങ്ക് യു. നല്ല തിരക്കാണ് നമ്മുടെ വിരാജപേട്ടയിൽ. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ കണ്ടു, ഒരു കലാകാരനൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ, നമ്മളെ മൈസൂർ റൂട്ടിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറൊരു ദിവസത്തിൽ നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അത് ഒരുപാട് കച്ചവടം എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ബാഗ്, തുണികളൊക്കെയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗിൽ അതും കൂടി നമുക്ക് ചെയ്യാം. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ഒരു വ്ളോഗായിരുന്നു ഇത്. അപ്പോൾ ഇത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ യൂട്യൂബ് ചാനലായ വോക്ക് വിത്ത് ശ്രീവേഷ്കർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. ആരും കാണാത്ത സ്ഥലങ്ങളിലൂടെയുള്ള യാത്ര വീണ്ടും തുടരും. ഓക്കെ, താങ്ക് യു.